നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നേരത്തെ പറഞ്ഞതിൽ പ്രൊനൗൺസ് അല്ലേ, പ്രൊനൗൺസിൽ ഏതാണ് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുക. അതായത് നോമിനേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്ന ആരൊക്കെയാണ്? ഐ, വി, യു, ഹി, ഷീ, ദേ, ഇറ്റ്. ഇവരാണെന്ത് നോമിനേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ്? ഈ ഓരോന്നിൻ്റെ ഒബ്ജക്റ്റീവിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലേ. സോ എന്താണ്? മീ, അസ്, യു, ഹിം, ഹെർ, ദം ആൻഡ് ഇറ്റ് അല്ലേ. സോ ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറയുകയാണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള ആൾക്കാരായിരിക്കും അല്ലേ. സോ ഹി, ഷീ, ഇറ്റ് ആൻഡ് അയ്യോ ദേവി അല്ലേ. ഈ ഒരു സ്ട്രക്ചർ നമുക്ക് മറ്റൊരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ഹി, ഷീ, ഇറ്റ്, ഐ, യു, ദേ, വി. ഇവരാണ് പ്രൊനൗൺസ് അല്ലേ. ഹി, ഷീ, ഇറ്റ് ആൻഡ് അയ്യോ ദേവി അല്ലേ. പരിചയമുണ്ടോ നിങ്ങൾക്ക്? ഹി, ഷീ, ഇറ്റ് ആൻഡ് അയ്യോ ദേവി. ഹി, ഷീ, ഇറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതിൻ്റെ കൂടെയാണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ അല്ലേ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കാം? ഹി, ഷീ, ഇറ്റ് ആണ് ഉപയോഗിക്കുക അല്ലേ. സോർത്ത് വെക്കാം. ഹി, ഷീ, ഇറ്റ് ആൻഡ് അയ്യോ ദേവിയാണ് നമുക്ക് പഠിക്കാനുള്ള പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാം ഹി, ഷീ, ഇറ്റ്, അതുപോലെ അയ്യോ ദേവി. ഹി, ഷീ, ഇറ്റ് ഉപയോഗിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കുക? ഹിയും ഷീയും ഇറ്റ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കുക? അവിടെ ഐ, യു, ദേ, വി അല്ലെ. നിങ്ങൾക്ക് പരിചയമുണ്ടാവും. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യാം? ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലെ. ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ് ഹീൻ്റെത് എന്താണ്? ഹീൻ്റെത് എന്താണ്? ഹീൻ്റെത് എന്താണ്? ഷീൻ്റെത് എന്താണ്? ഇറ്റിൻ്റെ ഏതാണ് അല്ലെ. ഹീൻ്റെത് ഏതാണ്? ഹിമ്മാണ് അല്ലെ. ഷീൻ്റെത് ഏതാണ്? ഹെറാണ്. ഇറ്റിൻ്റെ ഏതാണ്? ഇറ്റ് തന്നെയാണ്. നമുക്കിവിടെ ഹീൻ്റെത് എന്താണ്? ഹിമ്മാണ്. ഷീൻ്റെ എന്താണ്? ഹെറാണ്. ഇറ്റിൻ്റെ ഏതാണ്? ഇറ്റ് തന്നെയാണ്. മാറ്റമുണ്ടോ? ഇല്ല. ഇതിൽ തന്നിരിക്കുന്ന ഓർഡർ വ്യത്യസ്തമായതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിലായിരിക്കും നിങ്ങൾ പഠിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു ഓർഡറിൽ ഇവിടെ എഴുതിയത് കേട്ടോ. സോ സെയിം തന്നെയാണ് എഴുതുന്നത്. സോ ഹി, ഷീ, ഇറ്റ് അല്ലേ. സോ സിംഗുലർ ആയിട്ടില്ല. ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഷീ എന്തായിട്ട് മാറും? ഹെർ ആയിട്ട് മാറും. ഇറ്റ് എന്തായിട്ട് മാറും? ഇറ്റ് തന്നെ. നോ ചേഞ്ച്. നെക്സ്റ്റ് നോക്ക്. ഐ എന്തായിട്ട് മാറും? ഐ ഒബ്ജക്റ്റിനെ സ്ഥാനത്ത് വരുന്ന സമയത്ത് മീ ആയിട്ട് മാറും അല്ലേ. യു എന്തായിട്ട് മാറും? യു തന്നെ. യുവിൽ മാറ്റമൊന്നുമില്ല. യു എന്താണ്? യു തന്നെ. ദേ എന്തായിട്ട് മാറും? നമ്മൾ പഠിച്ചു അല്ലേ, നമ്മൾ തൊട്ട് മുമ്പേ. ദേ എന്താണ് നമ്മൾ എഴുതിയത്? പറഞ്ഞേ. ദേ എന്തായിട്ട് മാറിയത്? ദം ആയിട്ട് മാറും അല്ലേ. നെക്സ്റ്റ് എന്താണ്? വി എന്തായിട്ട് മാറും? വി അസ് ആയിട്ട് മാറും. ഇതിന്റെ മീനിങ് അറിയാത്തവർ എഴുതി വെക്കണം. ഹി എന്ന് പറഞ്ഞാൽ അവനാണ്. ഷീ എന്ന് പറഞ്ഞാൽ അവളാണ്. ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ലെങ്കിൽ അതാണ്. ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനാണ്. യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നീ അല്ലെങ്കിൽ നിങ്ങളാണ്. ദേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരാണ്. വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞങ്ങൾ അല്ലെങ്കിൽ നമ്മളാണ്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഹി എന്തായാലും പറയും. ഹി ഒക്കെ എന്താണ്? നമ്മൾ സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ആരൊക്കെ ഉപയോഗിക്കുക? ഹീനെയും ഷീനെയും ഇറ്റിനെയും ഐനെയും യുവിനെയും ദേനെയും വീനെയും ഒക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കുക സബ്ജക്റ്റിന്റെ സ്ഥാനത്താണ് ഉപയോഗിക്കുക. ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ആരൊക്കെയാ? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഹിം ആയിട്ട് ഹെർ, ഇറ്റ്, മീ, യു, ദം, അസ് ഇവരൊക്കെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുക ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നവർ. ക്ലിയർ ആണോ? സോ ഇവിടെ എന്താണ്? ഹി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനല്ലേ. ഹിം എന്താ അതിനർത്ഥം? അവനെ അല്ലെ. ഷീ എന്താണ്? അവൾ, ഹെർ അവളെ. ഇറ്റ് എന്താണ്? ഇത് അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇറ്റ് എന്തായാലും പറയും ഒബ്ജക്റ്റിന്റെ സ്ഥാനം ഇതിനെ അല്ലെങ്കിൽ അതിനെ. ഐ എന്താ? ഞാൻ. മീ എന്താ? എന്നെ. യു നീ ഓർ നിങ്ങൾ. യു ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന യുവിന്റെ അർത്ഥം എന്താ? ഇന്നെ അല്ലെങ്കിൽ നിങ്ങളെ. ദേ എന്താണ്? അവർ അല്ലെ. ദം അവരെ. വി എന്താണ്? ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അല്ലെ. അസ് ഞങ്ങളെ അല്ലെങ്കിൽ എന്താണ്? നമ്മളെ. ഇതിൽ യു എന്താണ്? യുവിൽ മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പൊ യു എന്താണ്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തും സബ്ജക്റ്റിന്റെ സ്ഥാനത്തും ഒക്കെ ഒന്ന് തന്നെയാണ് ഉപയോഗിക്കുക. മറ്റുള്ളത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കണം. ഹി എന്തായിട്ട് മാറും? ഹിമ്മായിട്ട് മാറും. ഷീ എന്തായിട്ട് മാറും? ഹെറായിട്ട് മാറും. അതേപോലെ ഒന്നും കൂടെ മാറ്റില്ല. ഏതാണ്? ഇറ്റ് അല്ലെ. സോ എന്താണ് ഇവിടെ? ഐ മീ ആയിട്ട് മാറി അല്ലെ. യു എന്തായിട്ട് മാറി? യു തന്നെ, നോ ചേഞ്ച്. വി അസ് ആയിട്ട് മാറി അല്ലെ. ദേ എന്തായിട്ട് മാറി? ദം ആയിട്ട് മാറി. അപ്പൊ ഇതിൽ മാറ്റമില്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഒന്നാമത്തെ എന്താണ്? യുവിന് മാറ്റമില്ല. പിന്നെന്താണ്? ഇറ്റിന് മാറ്റമില്ല. മൊത്തം 7 പ്രൊനൗൺസ് നമുക്ക് പഠിക്കല്ലോ. 3 സിംഗുലറും 4 എന്താണ്? പ്ലൂരലും അല്ലെ. 3 സിംഗുലറും അതേപോലെ 4 പ്ലൂരലും മൊത്തം 7 പ്രൊനൗൺസ് ആണ് നമുക്ക്
പഠിക്കാനുള്ളത് അല്ലെ 7 പ്രൊനൗൺസ് ആണ്. ഈ 7 പ്രൊനൗൺസിൽ ഏതാണ് മാറ്റമില്ലാത്ത ഏതൊക്കെയാണ്? ഇറ്റ് മാറുന്നില്ല, യു മാറുന്നില്ല. അപ്പോൾ മൊത്തം 7 പ്രൊനൗൺസിൽ 2 എണ്ണം അല്ലെ മാറ്റമില്ല. ദെൻ റിമൈനിങ് 5 അല്ലെ 5 എണ്ണത്തിൽ നമ്മൾ പഠിക്കാനുള്ളതാണ് അല്ലെ 5 എണ്ണം നമുക്ക് പഠിക്കാനുള്ളൂ. അതിൽ ഒന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദേ എന്തായിട്ട് മാറും? ദം ആയിട്ട് മാറും. പിന്നെ 4 എണ്ണം ഏതൊക്കെയാണ്? ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ഷീ എന്തായിട്ട് മാറും? ഹെർ ആയിട്ട് മാറും. ഐ എന്തായിട്ട് മാറും? മീ ആയിട്ട് മാറും. വി എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. 4. നെക്സ്റ്റ് നമ്മൾ പഠിച്ചൊരു കാര്യം ഏതാണ്? ദേ ഡമ്മാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കൂ, ഇറ്റ് പഠിക്കാനല്ല, യു നമ്മൾ കഴിഞ്ഞു അല്ല പഠിക്കാനല്ല, ദേ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഏതൊക്കെയാണ്? 4 എണ്ണമുള്ളൂ. ഇപ്പം തന്നെ പഠിച്ചേക്കണം. ഹി ഹിം ആയിട്ട് മാറും. ഷീ ഹെർ ആയിട്ട് മാറും. ഐ മീ ആയിട്ട് മാറും. വി എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. ഓൾറെഡി അറിയാവുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അറിയാത്തവരൊന്നും ശ്രദ്ധിക്കുക, നന്നായിട്ട് പഠിക്കട്ടെ. ഇതാണ് എന്ത് പ്രൊനൗൺസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ എഴുതുന്ന സമയത്തും നോക്കാം പ്രൊനൗൺസിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പഠിക്കാം കേട്ടോ. സോ നമ്മളിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ പ്രൊനൗൺസ് ശ്രദ്ധിക്കുക. നോമിനേറ്റീവ് പ്രൊനൗൺസ്, അതേപോലെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺസ്, അതായത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നവരാണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. ഇവരേതാണ്? ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കുക. അത് തന്നെയാണ് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്, ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത്. ഏതൊക്കെയാണ്? ഹി ഷീ ഇറ്റ്. ഹി ഹിം ആയിട്ട് മാറും. ഷീ ഹെർ ആയിട്ട് മാറും. ഇറ്റ് നോ ചേഞ്ച്, ഇറ്റ് തന്നെ അല്ലേ. ദെൻ പ്ലൂറൽ ഏതൊക്കെയാണ്? ഐ മീ ആയിട്ട് മാറും. യു നോ ചേഞ്ച്, യു തന്നെ. ദേ ദം ആയിട്ട് മാറും. വി എന്തായിട്ട് മാറും? ഹസ് ആയിട്ട് മാറും. ക്ലിയർ ആണ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. എഴുതിയെടുക്കണം കേട്ടോ, നോട്ടിൽ എഴുതി വെക്കണം. സോ മനസ്സിലാക്കണം. നമുക്ക് ഇതിനെ വെച്ചിട്ടാണ് ഇനി വരാൻ പോകുന്ന ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ടെൻസസ് ആണ് നമ്മൾ നോക്കുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന ടെൻസസിൽ വരുന്ന മാറ്റങ്ങൾ. ടെൻസസ് ഏതൊക്കെ ടെൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ പറ്റും. നമുക്ക് നോക്കാം ഏതൊക്കെ ടെൻസുകളാണ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റാൻ കഴിയുക. ടെൻസസ് ഏതൊക്കെയാണ്? 12 ടെൻസുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. ടെൻസസിൻ്റെ ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 12 ടെൻസുകളും അതിൻ്റെ സ്ട്രക്ചറും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ 12 ടെൻസുകളിൽ നമുക്ക് ഏതൊക്കെ ടെൻസിന് നമുക്ക് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഏതൊക്കെ ടെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്നാമത്തെ ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് അല്ലേ. രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. മൂന്നാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. നാലാമത്തത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഈ 4 ടെൻസുകൾ നമ്മൾ എന്ത് ടെൻസ് എന്ന് പറയാം? പ്രസൻറ്റ് ടെൻസ് എന്ന് പറയും അല്ലേ. ഇവരാണ് എന്ത്? പ്രസന്റ് ടെൻസ്. സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഈ 4 പേരെ നമ്മൾ എന്ത് പറയും? പ്രസന്റ് ടെൻസ് എന്ന് പറയും. നെക്സ്റ്റ് ഏതാണ്? സിമ്പിൾ. ഇവിടെ ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ്. സിമ്പിൾ പ്രസന്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവരെ നമ്മൾ എന്ത് പറയും? പാസ്റ്റ് ടെൻസ് എന്ന് പറയും. ഇവരാണ് ഇത് പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. പിന്നെ ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവരേതാണ്? ഈ 4 പേരെ നമ്മൾ എന്ത് പറയും? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയും. ഇവരേതാണ്? ഫ്യൂച്ചർ ടെൻസ്. അപ്പോൾ മൊത്തം നമുക്ക് 12 ടെൻസുകളാണ് പഠിക്കാനുള്ളത്. അതിലേതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പ്രസന്റ് ടെൻസിൽ വരുന്നതും, സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് ടെൻസിൽ വരുന്നതും, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഇതിൽ വരും? ഫ്യൂച്ചർ ടെൻസിന് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം. ടെൻസ് അവിടെ എന്തില്ല? മാറില്ല. ടെൻസിന് എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യരുത്. ടെൻസ് എന്താണ്? നോ ചേഞ്ച് ആണ്. അതായത് തന്നിരിക്കുന്ന പ്രസന്റ് ടെൻസ് ആണെങ്കിൽ പ്രസന്റ് ടെൻസിനെ മറ്റൊരു ടെൻസിലേക്ക് മാറരുത്. ഫ്യൂച്ചർ പ്രസന്റ് ടെൻസ് എന്തായിരിക്കണം? പ്രസന്റ് ടെൻസ് തന്നെയാണ്. ഫ്യൂച്ചർ പാസ്റ്റ് ടെൻസ് ആയിരിക്കണം എന്തായിരിക്കണം? പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കണം. ഫ്യൂച്ചർ ടെൻസ് എന്തായിരിക്കണം? ഫ്യൂച്ചർ ടെൻസ് തന്നെ ആയിരിക്കും. ഒരു ടെൻസിന് നമ്മൾ എന്ത് ചെയ്യരുത്? മറ്റൊരു ടെൻസിലേക്കോ ടൈമിലേക്കോ എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. ക്ലിയർ ആണോ? സോ സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതിൽ നമ്മൾ ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന ഏതൊക്കെയാണ്?
സിമ്പിൾ പ്രസന്റ് ടെൻസ് മാറ്റും അല്ലേ. പ്രസന്റ് കണ്ടിന്യൂസ് ചേഞ്ച് ചെയ്യും, പ്രസന്റ് പെർഫെക്റ്റ് ചേഞ്ച് ചെയ്യും. എന്ത് ചേഞ്ച് ചെയ്യില്ല? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിന് എന്തുണ്ടാവില്ല? നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യും, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യും. ബട്ട് എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എന്ത് ചെയ്യില്ല? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് എന്താണ്? അതായത് ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കില്ല കേട്ടോ. ദെൻ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് യൂസ് ചെയ്യും അല്ലെ. ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്തില്ല? ആക്റ്റീവ് വോയിസിന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് യൂസ് ചെയ്യും, ബട്ട് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യില്ല. അപ്പോൾ മൊത്തം എത്ര ടെൻസസ് നമുക്ക് പഠിക്കാനുള്ളത്? ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ അല്ലെ ചേഞ്ചസ് നമുക്ക് പഠിക്കുന്ന സമയത്ത് മൊത്തം എത്ര ടെൻസസ് ആണ്? 8 എണ്ണം. ഏതൊക്കെയാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഇത്രയും ടെൻസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഈ തന്നിരിക്കുന്ന ടെൻസസ് എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ട്രക്ചറാണ് വരിക? ഓരോ ടെൻസിന്റെ തുടക്കത്തിൽ എന്താ വരിക? ഏത് വരിക? തന്നിരിക്കുന്നത് നമ്മൾ അസർട്ടീവ് സെന്റൻസ് അല്ലേ. അസർട്ടീവ് സെന്റൻസിന്റെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അസർട്ടീവ് സെന്റൻസസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ്. അതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഏതിന് വരിക? തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, അതേപോലെ സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. നമുക്ക് നോക്കാം തന്നിരിക്കുന്ന അസർട്ടീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരിക. സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിൽ എന്ത് വരും? ആദ്യം സബ്ജക്റ്റ് വരും അല്ലേ. ഷോർട്ടായിട്ട് എസ് എന്ന രീതിയാണ് സബ്ജക്റ്റ് വരും. പിന്നെ എന്താണ്? തന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ എന്ത് വരും? V1 യൂസ് ചെയ്യും. തന്നിരിക്കുന്ന സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലോ V1 + S or S യൂസ് ചെയ്യും. ദെൻ എന്താ? ഒബ്ജക്റ്റ് വരും. ഇതാണ് എന്ത്? തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ വരുന്നത് അല്ലേ. സോ എന്താണ്? V1 or V1 + S or S ആണ് അവിടെ വരുന്നത്. V1 or V1 + S or S ആണെങ്കിൽ അവിടെ നമുക്ക് തന്നിരിക്കുന്ന പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ബി ഫോം ഏതാ വരിക? അവിടെ ഈസ്, ആം അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യും. ഓക്കെ, തന്നിരിക്കുന്ന സിംഗുലർ ആണെങ്കിൽ ഈസ് യൂസ് ചെയ്യും, അവിടെ ഐ ആണെങ്കിൽ ആം യൂസ് ചെയ്യും, പ്ലൂരൽ ആണെങ്കിൽ ആർ യൂസ് ചെയ്യും. ദെൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് അല്ലേ, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ അല്ലേ. നെക്സ്റ്റ് എന്താണ്? V1 + ing വെർബിന് ing ഫോം അല്ലേ. ദെൻ ഒബ്ജക്റ്റ്. അപ്പോൾ എന്തായാലും പറയും സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് V1 + ing + ഒബ്ജക്റ്റ്. V1 + ing + ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അവിടെ ബി ഫോം ഏതാ യൂസ് ചെയ്യുക? ബിയുടെ ing ഫോം ആയിട്ടുള്ള ഏതാണ്? ബിയുടെ ing ഫോം ആയിട്ടുള്ള ബീയിങ് ആണ് അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആകുന്ന സമയത്ത് സബ്ജക്റ്റ് വരും അല്ലേ, ഹാസ് വരും അല്ലെങ്കിൽ ഹാവ് വരും, എന്താ വെർബിൻ്റെ V3 വരും, ദെൻ ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ ഏതാണ്? ബീനാണ് യൂസ് ചെയ്യുക. BEEN ആണ് എന്ത്? ബി ഫോം ആണ് നമ്മളുടെ പാസീവ് വോയിസിലേക്ക് ഉപയോഗിക്കുക. കാരണം വെർബ് ഏതാണ്? V3 ആയതുകൊണ്ട് BEEN കേട്ടോ. ഏതാണ്? BEEN ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ബി ഫോം കൂടി ഇതിൻ്റെ കൂടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിക്കുന്ന ടെൻസ് ആണ് കേട്ടോ. ദെൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ സബ്ജക്റ്റ് വരും, ദെൻ V2 വരും, ദെൻ ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ V2 ഫോം പ്ലസ് എന്താണ്? ഒബ്ജക്റ്റ് അല്ലേ. സോ തന്നിരിക്കുന്ന V2 ഫോം അല്ലെ, സബ്ജക്റ്റിന്റെ വെർബിന്റെ പാസ്റ്റ് ഫോം ആയിട്ടുള്ള V2 എവിടെ മാത്രമേ ഉപയോഗിക്കൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കൂ. അതായത് ടെൻസസിൽ എന്താണ്? വെർബിന്റെ V2 ഫോം എവിടെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സോ V2 വന്നത് കൊണ്ട് അവിടെ ബി ഫോം ഏതാ വരിക? ബി ഫോം അവിടെ V2 വന്നത് കൊണ്ടുള്ള ബി ഫോം ഏതാണ്? വാസ് അല്ലെങ്കിൽ വേറല്ലേ. ഇതിന്റെ കൂടെ ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ്. വാസ് അല്ലെങ്കിൽ വേറാണ് അവിടെ വരിക. ഓക്കെ, വാസ് സിംഗുലർ ആകുന്ന സമയത്ത് അല്ലെ, ഒബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വാസും പ്ലൂരൽ ആകുമ്പോൾ വേറും. നമ്മൾ എന്താ രാമാക്കിലിയുടെ രാവണ ആ ഒരു എക്സാമ്പിൾ പഠിച്ചു. പിന്നെ പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് എന്താണ്? വാസ് അല്ലെങ്കിൽ എന്താണ്? വേറ് പ്ലസ് V1 + ing പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ. V1 + ing ആയതുകൊണ്ട് അവിടെ ഏത് ഫോമാണ് യൂസ് ചെയ്യുക? ബിയുടെ ing ഫോം ആയിട്ടുള്ള ബീയിങ് ആണ് യൂസ് ചെയ്യുക. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ഏതാണ്? പാസ്റ്റ് പെർഫെക്റ്റ് എന്തായാലും വരും സബ്ജക്റ്റ് പ്ലസ് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്
V3 ആയതുകൊണ്ട് ഏത് യൂസ് ചെയ്യും? V3 ആയതുകൊണ്ട് ബീന് യൂസ് ചെയ്യും, ബി ഫോം കേട്ടോ, പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ. then സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കാം നമ്മൾ V1 ഓർ V1 പ്ലസ് എസ് ആകുന്ന സമയത്ത് അവിടെ ബി ഫോം ഏതാ യൂസ് ചെയ്യുക? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ യൂസ് ചെയ്യും അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഈ ഒരു V1 ഫോം അല്ലാണ്ട് ഇവിടെയും V1 വന്നിട്ടുണ്ട്. ഇവിടെ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാം? ബി യൂസ് ചെയ്യാം. അതായത് ബി ഓർ ബിയുടെ ഫോം എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ BE എവിടെ യൂസ് ചെയ്യുക? ഈ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഇവിടെയാണ് എന്ത് തന്നിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് എന്ത് യൂസ് ചെയ്യുക? BE യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഒന്ന് നമ്മൾ BE യൂസ് ചെയ്യുക എന്താണ്? V1 ആണെങ്കിൽ. അതേപോലെ തന്നെ എന്താ? ഈസ് ആം ആർ എന്ന് പറയുന്ന ബി ഫോം അവിടെ യൂസ് ചെയ്യാം. V1 ഓർ V1 പ്ലസ് എസ് എന്ന് പഠിച്ചിട്ടില്ലേ? ഈ V1 ഓർ V1 പ്ലസ് എസ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? ഇത് തന്നിരിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഈ ബി യൂസ് ചെയ്യുന്ന ഇതിലാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ. ക്ലിയർ ആണോ? അപ്പോൾ BE എന്ന് പറയുന്ന ബി ഫോം യൂസ് ചെയ്യുന്നത് എവിടെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലും. ഈസ് ആം ആർ ഉപയോഗിക്കുന്നത് എവിടെയാണ്? V1 ഓർ V1 പ്ലസ് എസ് ആയിട്ടുള്ള സിമ്പിൾ പ്രസന്റിൽ. അപ്പം അവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുള്ള V1 യൂസ് ചെയ്യുന്ന രണ്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ബിയുടെ കൂടെ ഉപയോഗിക്കും, ഒന്ന് എവിടെ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ആം ആർ അല്ലേ? സോ ഈസ് ആം ആറിൻ്റെ കൂടെ V1 വെർബ് ആണെങ്കിൽ നമ്മൾ എന്താ? ഒന്ന് ബി ഫോം ആയിട്ടുള്ള ബി യൂസ് ചെയ്യും, മറ്റൊന്ന് എന്താണ്? വെർബ് V1 ഫോം V1 പ്ലസ് എസ് ആണെങ്കിൽ ബി ആയിട്ട് എന്ത് യൂസ് ചെയ്യും? ഈസ് ആം ആർ ആയിട്ടുള്ള ബിയുടെ ഫോം യൂസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് സ്ഥലത്ത് V1 ഉപയോഗിക്കുന്നത് കൊണ്ട് എവിടെയാണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞത്. BE ഉപയോഗിക്കണമെങ്കിൽ അത് ഏതായിരിക്കണം? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആയിരിക്കണം. ഈസി ആം ആർ എന്ന് പറയുന്നത് എന്താണ്? V1ന്റെ കൂടെ ഉപയോഗിക്കുന്നെങ്കിൽ, അല്ല V1 എന്ന് പറയുന്ന വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബി ഫോം ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അത് ടെൻസ് ഏതായിരിക്കും? സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കേട്ടോ. ഓരോ ടെൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിന് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് അല്ലേ വില്ല് അല്ലെങ്കിൽ എന്താ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ബി ഫോം സിമ്പിൾ ഫ്യൂച്ചറിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എല്ലാ ഫ്യൂച്ചറിന്റെ കൂടെയും ബി ഫോം ആണോ? അല്ല. നമുക്ക് ആകെ രണ്ട് ഫ്യൂച്ചർ ടെൻസ് മാത്രമേ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യും. ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചറും അതേപോലെ ഫ്യൂച്ചർ പെർഫെക്റ്റും. അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചറും ഫ്യൂച്ചർ പെർഫെക്റ്റും മാത്രമേ ഉള്ളൂ. ഫ്യൂച്ചർ കണ്ടിന്യൂസും ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ നോക്കണ്ട. എല്ലാത്തിൻ്റെയും കൂടെ, അതായത് രണ്ടെണ്ണമായിട്ടുള്ള സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെയും കൂടെ ബി ആണ് ഉപയോഗിക്കുക. അല്ല, സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ കൂടെ മാത്രമേ ഉപയോഗിക്കുക. കാരണം നമ്മൾ വെർബിനെ അടിസ്ഥാനമാക്കിയ ബി ഫോം യൂസ് ചെയ്യുന്നത്. ഇവിടെ വെർബ് ഏതാ? V3. വെർബ് V3 എന്നാൽ ബി ഏതാണ്? ബി ആണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇത്രയാണ് എന്ത് തന്നിരിക്കുന്ന ടെൻസസിൽ വരുന്ന സ്ട്രക്ചർ. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് സബ്ജക്റ്റ് പ്ലസ് V1 അല്ലെ? സബ്ജക്റ്റ് പ്ലൂരൽ ആണ് V1, സബ്ജക്റ്റ് സിംഗുലർ ആണ് V1 പ്ലസ് എസ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. V1 V1 പ്ലസ് എസ് വന്നത് കൊണ്ട് അതിന്റെ ബി ഫോം ഏതാണ്? ഈസ് ആം ആർ. അടുത്ത നോക്കൂ, തന്നിരിക്കുന്ന പ്രസന്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് അല്ലെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസും, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആമും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആറും യൂസ് ചെയ്തു. V1 പ്ലസ് ING വന്നത് കൊണ്ട് അത് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുമ്പോൾ അതിന് ബി ഫോം ഏതാ വരിക? ബിയുടെ ING ഫോം ആയിട്ടുള്ള ബീയിങ് യൂസ് ചെയ്യുക. ഓക്കെ. അടുത്തേതാണ്? പ്രസന്റ് പെർഫെക്റ്റ് ആണ്. പ്രസന്റ് പെർഫെക്റ്റ് സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് നമ്മൾ ഉപയോഗിക്കും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ഹാവ് യൂസ് ചെയ്യും അല്ലെ? V3 വന്നത് കൊണ്ട് അതിന്റെ ബി ഫോം ഏതാണ്? BEN യൂസ് ചെയ്യാം. ഓക്കെ. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ആക്റ്റീവ് വോയിസിനും പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നില്ല. സോ അത് നമുക്ക് പഠിക്കാനല്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് സമയത്തോ സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലെ? സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂരൽ ആണെങ്കിലും V2 ആണ് യൂസ് ചെയ്യുക അല്ലെ? സോ ദെൻ വെർബ് V2 വന്നതുകൊണ്ട് അവിടെ ഏതാണ്? വാസ് അല്ലെങ്കിൽ വേർ യൂസ് ചെയ്യും. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേറും യൂസ് ചെയ്യും. അടുത്ത് നോക്കും, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലെ? സബ്ജക്റ്റ് പ്ലസ് എന്താണ്? വാസ് ഓർ വേർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ്, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വേർ യൂസ് ചെയ്യും. ഓക്കെ. ദെൻ തന്നിരിക്കുന്ന V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. V1 പ്ലസ് ING ആയതുകൊണ്ട് ബിയുടെ ING ഫോം ആയിട്ടുള്ള ഏത് യൂസ് ചെയ്യും? ബീൻ യൂസ് ചെയ്യുക. ഓക്കെ. ഏതാ യൂസ് ചെയ്യുക? ബിയുടെ ING ഫോം ആയിട്ടുള്ള ബീങ് തന്നെ യൂസ് ചെയ്യുക. ഓക്കെ. അടുത്ത നോക്കൂ,
പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലെ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ പ്ലൂറൽ ആണ് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ഒറ്റൊന്ന് മാത്രമേ അവിടെ ഉള്ളൂ. സോ V3 വന്നതുകൊണ്ട് ബി ഫോം ഏതാ ഉപയോഗിക്കാം? ബീൻ യൂസ് ചെയ്യും, BEN. നെക്സ്റ്റ് നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് VM പ്ലസ് ഒബ്ജക്റ്റ് ആണ് അല്ലെ. സോ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? V1 വന്നതുകൊണ്ട് ബിയുടെ ഫോം ആയിട്ടുള്ള BE തന്നെയാണ് അവിടെ യൂസ് ചെയ്ത് പാസീവ് വോയിസിലേക്ക് ബി. പിന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലോ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. V3 വന്നതുകൊണ്ട് ബി ഫോം ഏതാണ്? BEN ആണ് യൂസ്. അപ്പോൾ 8 ടെൻസസ് ആണ് എന്ത് ചെയ്യുക നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. സോ എന്താണ് അസർട്ടീവിലാണ് അത് കൂടുതലും ഉണ്ടാവുക. അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് നമുക്ക് ഇതിൽ ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസിലും പഠിക്കാനുള്ളത്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലും ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് പഠിക്കാനുള്ളത്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൽ വരുന്ന മാറ്റം എന്താണ്? എല്ലാ സബ്ജക്റ്റിൻ്റെയും മുമ്പ് എന്താണ് ഹെൽപ്പിംഗ് വെർബ്, അല്ലെങ്കിൽ എന്താണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും മുമ്പ് ഹെൽപ്പിംഗ് വെർബും അതിൻ്റെ മുമ്പ് എന്താ WH ക്വസ്റ്റ്യൻസും വരും. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് അസർട്ടീവ് സെൻറ്റൻസ്, അതേപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, അതേപോലെ ഇംപറേറ്റീവ് സെൻറ്റൻസ്, ഈ 3 ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളാണ് പഠിക്കാനുള്ളത്. അതിൽ എന്താണ് അസർട്ടീവ് സെൻറ്റൻസും അതേപോലെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസും ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ അസർട്ടീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഓരോന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓരോന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഓരോ സ്ട്രക്ചറും അതിൻ്റെ എക്സാമ്പിളും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ സ്ലൈഡിലും പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക, എഴുതി വെക്കുക കേട്ടോ. സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം.